ഈ ഒരു മാസത്തിനിടയ്ക്ക് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് സിനിമാ താരങ്ങൾ പിടിയിലായിരുന്നു, സംവിധായകർ പിടിയിലായിരുന്നു. പക്ഷേ വേടൻ അറസ്റ്റ് ചെല്ലായപ്പോൾ അതിൽ മതം വന്നു, ജാതി വന്നു, പിന്നെ വലിയ വിവാദങ്ങൾ വന്നു. അതെന്താണ് ഈ അറസ്റ്റിലായ നടന്മാർക്കും സംവിധായകർക്കും ഇല്ലാത്ത ജാതിയും മതവും വേടനെത്തി? ഇത് തന്നെ ഇപ്പം പലരും ചോദിക്കുന്നത്. വേടന് എന്താണ് ഇരട്ട ജാതി, ഇരട്ട നീതി എന്താണെന്ന് ഇത് തന്നെ വേടന്റെ ഭാഗത്ത് നിന്നും ആൾക്കാർ ചോദിക്കുന്നത്. ഒന്ന് തന്നെ പറയാം ശ്രീജിത്തെ, വേടനായാലും വേട്ടാളനായാലും തെറ്റ് ചെയ്തിട്ടുണ്ടോ അത് ദ്രോഹം തന്നെയാണ്. അത് എല്ലാവർക്കും ഒരേ നീതി തന്നെയാണ്. ഇപ്പോൾ ശ്രീനാഥ് ഭാസിയുടെയും ഷൈൻ ടോമിൻ്റെയും കാര്യമല്ലേ. അപ്പോൾ അവർ വന്നപ്പം അവർ ഭയങ്കര കുറ്റക്കാർ, കഞ്ചാവ് അടിക്കുന്നവർ, അവർ വൃത്തികെട്ടവർ, അതിനു മുമ്പുള്ള മറ്റേ പീഡനക്കാർ വന്നപ്പം അവർ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അവരിത്. അപ്പോൾ അവരെയൊക്കെ കുറ്റപ്പെടുത്താമെങ്കിൽ പിന്നെ വേടനെ കുറ്റപ്പെടുത്തിയാലെന്ന് കുഴപ്പം? തെറ്റ് ആര് ചെയ്താലും തെറ്റ് ദ്രോഹം തന്നെയാണ്, അതിൽ യാതൊരു ഇതുമില്ല. അത് വേടൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. വേടൻ ഇപ്പൊ ഇറങ്ങിയ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്ത വേടൻ തനിക്ക് തെറ്റുപറ്റിയതായി പൊതുസമൂഹത്തോട് വിളിച്ചു പറയുമ്പോഴും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരാണ്. ജാതിയാണ്. എന്ത് ജാതി? ഒരു ജാതിയും ഇല്ല. ഈ കാര്യങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്ന കാര്യത്തിൽ, കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അവിടെ ഒരു ജാതിയില്ല, മതവുമില്ല. ആ ജാതിയുടെ മതത്തിന്റെ പേരിൽ അങ്ങനെ ആരും ഒരാളെ വെള്ള പൂശിയേം വേണ്ട. ഇപ്പം മന്ത്രി ഉൾപ്പെടെ കുറച്ച് വെള്ള പൂശുന്നുണ്ട്. നമ്മുടെ വനം വകുപ്പ് മന്ത്രി വരെ അങ്ങ് വെള്ളപൂശി വരുന്നുണ്ട്. അത് വെള്ളപൂശേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്ത് തെറ്റി. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ സവർണനാണ്, അന്ന് എന്തുകൊണ്ട് ഈ സവർണ ജാതിക്കാരൊന്നും വെള്ളപൂശാൻ ഇറങ്ങിയില്ല? അന്ന് എന്തുകൊണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊന്നും വെള്ളപൂശ ഇറങ്ങിയില്ല? തെറ്റ് തന്നെയാണ്. പല ആൾക്കാരുടെയും കാര്യത്തിൽ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ രാജീവ് ചന്ദ്രശേഖർ കയറിയെന്നും പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു ബഹളം? അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ കേസുണ്ടല്ലോ. അപ്പോൾ ആരെയും വെള്ളപൂശേണ്ട കാര്യമില്ല. തെറ്റാരാണോ ചെയ്യുന്നത്, ഏത് കാര്യമാണോ നിയമവിരുദ്ധമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ടോ അവരെ ജാതിയുടെ ഭാഗമായിട്ടൊന്നും ആരും ശിക്ഷിക്കുന്നില്ല. ജാതിയുടെ ഭാഗമായിട്ട് ആരും വെള്ളപൂശി മാറ്റി നിർത്തിയേ വേണ്ട. ഇപ്പൊ കൃത്യമായിട്ട് വേടൻ അതിനും ഇത് പറയുന്നുണ്ട്. ഇന്നിപ്പോൾ കൊടുത്ത ബൈറ്റിൽ വേടൻ പറയുന്നു, ഞാൻ എന്നെ നോക്കി കുറേ കുഞ്ഞു മക്കൾ വളരുന്നുണ്ട്, അവർ എൻ്റെ ആരാധകരാണ്, അവരിൽ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ട്, അവരോട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ വെള്ളമടിക്കും, ഞാൻ കഞ്ചാവ് വലിക്കും, ഞാൻ പുക വലിക്കും, ഞാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. അപ്പം എന്നെ നോക്കി എൻ്റെ കുഞ്ഞുമക്കൾ വളരുന്നത്, ഞാൻ ഇത് തിരുത്താൻ ശ്രമിക്കാം. അത് അവൻ്റെ ആ നിലപാട് എനിക്കിഷ്ടമായി. അല്ലാതെ വേടൻ ചെയ്ത തെറ്റിനെ ആരും കുടപിടിക്കുകയും വേണ്ട, അതിന് വെള്ളപൂശിയും വേണ്ട. അത് തെറ്റ് തന്നെ. പക്ഷെ അത് തിരുത്താമെന്ന് ഒരാൾ നട്ടലിലൂടെ വന്നിരിക്കുന്ന ആ നിലപാടിനെ നമുക്ക് അംഗീകരിക്കാം. അല്ലാതെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ട് അതിനെ വെള്ളപൂശി ആ കേസിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുത്താന്ന് വെച്ചാൽ അത് ശരിയല്ല. അങ്ങനെ നീ ഷൈൻ ടോമിനെയും ശ്രീനാഥ് ഭാസിയെയും പിന്നെ ഇടയ്ക്കൊക്കെ ആൾക്കാരെയൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ, എല്ലാവരെയും അങ്ങ് വിട്ടയച്ചേക്ക്. ഇപ്പം മറ്റേ പെൺവിഷയമായിട്ട് ബന്ധപ്പെട്ട് MLA മുകേഷ്, പിന്നെ ആരൊക്കെയാണ്, രഞ്ജിത്ത്, ഇത്രയും പേരൊക്കെ കേസൊക്കെ നടത്തുന്നുണ്ടല്ലോ. എല്ലാവരെയും വെറുതെ വിട്ടേര്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എടുത്ത് മാടക്കി ചൂട്ടി എവിടാന്ന് വെച്ചാൽ കൊണ്ടുവന്ന് കളഞ്ഞേര്. ആരെയും നമുക്ക് ഇത് ചെയ്യണ്ട. ജാതി നോക്കി അറസ്റ്റ് ചെയ്താൽ, ആ ജാതി നോക്കിയാൽ പിന്നെ അങ്ങ് അറസ്റ്റ് ചെയ്താൽ പോരെ. കീഴ്ജാതിക്കാരെ അറസ്റ്റ് ചെയ്താൽ ഞങ്ങൾ തൊട്ടാ പൊള്ളും. അവർക്ക് അങ്ങനൊന്നുമില്ല. ഇവിടെ കീഴ്ജാതി മേൽജാതി ഒന്നുമില്ല. ഇപ്പം ഈ സവർണർ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ശ്രീജിത്ത്? സവർണറുണ്ടോ? അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഉള്ളവരുടെ കമന്റ് ഇങ്ങോട്ട് വരും, ചേച്ചി സവർണ. ഞാൻ സവർണയൊന്നുമല്ല, ഞാൻ സവർണയല്ല, ഇതുമല്ല. എനിക്ക് ജാതിയില്ല. ഈ ജാതി പറയുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ കുട്ടികൾക്ക് ഞാൻ ജാതി വെച്ചിട്ടില്ല. ജാതി എനിക്കിഷ്ടമല്ല. അപ്പം ഇപ്പം സവർണരില്ല. പണ്ടൊക്കെയാണ് രാജകുലത്തിൽ പറഞ്ഞവർ, ബ്രാഹ്മൺസ്. ഇപ്പം ബ്രാഹ്മണരാണ് ഭിക്ഷ എടുത്തുകൊണ്ട് കിടക്കുന്നത്. ഓരോ ബ്രാഹ്മണ വീട്ടിൽ ചെന്ന് നോക്കണം, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല. കാരണം ഇവർക്ക് ഈ ജാതി ഉള്ളതുകൊണ്ട് ഒരു ടെസ്റ്റ് എഴുതിയാൽ തന്നെ അവർക്ക് ഇത്ര % മാർക്ക് വേണം. അവർക്കൊരു ജോലി കയറ്റത്തിന് ഈ പറഞ്ഞോണം ഈ കീഴ്ജാതി അങ്ങനെ ഈ പറഞ്ഞോണമുള്ള പട്ടിക വിഭാഗത്തിന് കൊടുത്തതിന് ശേഷമേ മറ്റവർക്ക് കിട്ടത്തുള്ളൂ, ജനറൽ സീറ്റിലൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ എത്രയോ പേര് വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ തെരുവ് തണ്ടികളായിട്ട് നടക്കുന്നുണ്ട്. അവരെയൊക്കെ ഇനി അവരെയാണ് രക്ഷിക്കേണ്ടുന്ന കാലം അടുത്തിരിക്കുന്നു. സവർണരെ രക്ഷിക്കേണ്ടുന്ന കാലം നടത്തിയിരിക്കുന്നു. ഏറ്റവും ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, ഈ AC മുറിയിലിരുന്ന് പറയും ഏതാണ് അവിടെ സവർണാധിപത്യവും ദളിതൻ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് പറയുന്നവർക്ക് ഈ ആദിവാസി കോളനിയിൽ സന്ദർശിച്ച് ഒരു 10 രൂപയുടെ ഒരു 10 രൂപ എടുത്തു കൊടുക്കാൻ കഴിയില്ല, 1 കിലോ അരി വാങ്ങി. ഞാൻ ഈ ഇടയ്ക്ക് 2024 ഇറങ്ങിയ ഒരു വീഡിയോ, ഇപ്പോഴും അതേ അവസ്ഥ തന്നെയായിരിക്കാം. ഇവിടെ അട്ടപ്പാടിയിൽ
അവര് പറഞ്ഞതാണ് ഒരു നേരത്തെ ആഹാരത്തിന് പോലും റേഷൻ ഇല്ല വാങ്ങിക്കാൻ. ഇത്തരം ചർച്ചകൾ നടത്തുന്നവർ ജാതിയുമായി ബന്ധപ്പെട്ട ആ കോളനിയിൽ പോയി 1 കിലോ അരി വാങ്ങി കൊടുക്കില്ല. അതെ അതെ അതെ, പറയാൻ എളുപ്പമാണ് പറയാൻ. അപ്പൊ ജാതിയും മതമൊന്നും ഒരു കുറ്റകൃത്യത്തിന് ഇതല്ല. ഏത് ഒരാളാണോ തെറ്റ് ചെയ്തത് അവിടെ ജാതിയുടെ മേളിലല്ല അറസ്റ്റ് ചെയ്യുന്നത്, ജാതിയുടെ മേളിലല്ല ഇത് ചെയ്യുന്നത്. വേടനെ അറസ്റ്റ് ചെയ്ത് വേടന്റെ ഇത് വിഷയമാക്കിയത് ഈ പറഞ്ഞോണം അദ്ദേഹത്തിന്റെ ജാതി ഇത്തരത്തിലുള്ള ജാതി ആയതുകൊണ്ട് കയറി തൊട്ടപ്പം പൊള്ളി എന്നുള്ള രീതിയിൽ. അങ്ങനെയൊന്നുമില്ല. ഈ പറഞ്ഞതുപോലെ എല്ലാവർക്കും ഒരേ നീതിയാണ്, ഒരേ തിരിച്ചറിയുന്നുണ്ട്. വേടൻ തിരിച്ചറിയുന്നുണ്ട്. വേടനറിയാം വേടൻ പറയുന്നുണ്ട് ഇരട്ട നീതിയാണെന്നുള്ള. പക്ഷെ ഇരട്ട നീതി വേടൻ ഉദ്ദേശിക്കുന്നത് വേടന്റെ നീതിയാണോ എന്നുള്ളതാണ് സംശയാസ്പദമായിട്ട്. പക്ഷെ അങ്ങനെ ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോഴും ബാക്കിയുള്ള കാര്യത്തിൽ വ്യക്തമായി തന്നെ പറയുന്നു, ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ ആരും അനുകരിക്കരുത്. കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്റെ സഹോദരന്മാർ ഇത്തരം പ്രവൃത്തിയിലേക്ക് പോകരുതെന്ന് ആവർത്തിച്ച് പറയുകയാണ്. പിന്നെ ഇവിടെ രണ്ടാമത്തെ ഒരു കേസ് വേടന് വന്നിരിക്കുന്ന പുലിപ്പല്ല് ധരിച്ചു എന്നുള്ള രീതിയിൽ. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപി പുലിപ്പല്ല് ധരിച്ച പിക്ചർ ഉണ്ടായിരുന്നു, ജയറാമിന്റെ ഉണ്ടായിരുന്നു, പിന്നെ മറ്റേ ഒരു വ്ളോഗർ ഉണ്ടല്ലോ, എന്ത് പേര്, മുകേഷിന്റെ കഴുത്തിൽ. ഇതൊക്കെ ചിലപ്പോൾ പ്ലാസ്റ്റിക് ആവാം അല്ലെങ്കിൽ ഒറിജിനൽ ആയിരിക്കാം. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഇനി ഒറിജിനൽ ആണോ എന്നുള്ളത് തപ്പണം. ഇപ്പം വേടന്റെ ആണെങ്കിലും ഇത്തരത്തില് പുലിപ്പല്ല് അത് ഒറിജിനൽ ആണോ എന്നുള്ളതൊന്നും പുറത്ത് വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ജാമ്യം കിട്ടിയത്. അതിന്റെ പരിശോധനകളൊക്കെ നടന്നതിന് ശേഷമായിരിക്കും അതിന്റെ കേസുകൾ പോകുന്നത്. എന്നാലും അത് വലിയ അപ്പൊ ഇന്നലെ വരെ വനമന്ത്രി പറഞ്ഞത് തെറ്റ് ചെയ്ത് ആരാണെങ്കിലും ഞങ്ങൾ പിന്തുണയ്ക്കില്ല, ലഹരിക്കെതിരെ തന്നെ ഞങ്ങൾ നിൽക്കും, പിണറായി വിജയൻ ഉൾപ്പെടെ ഇങ്ങനെ പറഞ്ഞ ആൾക്കാരാണ്. വേടൻ പൊതുസമൂഹത്തിന് നിർണായകമായ എന്തോ വലിയ ഘടകമാണ്. എന്ത് നിർണയം? അയാൾ ഒരു റാപ്പറാണ്, അയാൾ കുറച്ച് കവിത, അയാളുടെ കവിതകളും കാര്യങ്ങളും ഒക്കെ. അതോടൊപ്പം തന്നെ പിണറായിയുടെ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പക്ഷേ കുറ്റം മുഴുവൻ സംഘപരിവാറാണ് ഇതിന് പിന്നിൽ, സവർണർക്കാണ് കിട്ടിയിരിക്കുന്നത്. പിണറായിയുടെ പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഈ മന്ത്രിസഭയിലൊക്കെ ഇരിക്കുന്നത് സവർണ മേധാവികളല്ല, ഈ പറഞ്ഞവരൊക്കെ തന്നെ. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ്, ആഭ്യന്തരമന്ത്രിയുടെ പേര് പിണറായി വിജയനാണ്, വനം വകുപ്പ് മന്ത്രി LDF-ൽ നിന്നുള്ള ആളാണ്, ശശീന്ദ്രനാണ്. പക്ഷെ ഇവരെല്ലാമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. പക്ഷെ കുറ്റം മുഴുവൻ സവർണർക്കാണ്. സംഘപരിവാറിനും BJP-ക്കും അല്ലെങ്കിൽ സവർണ മേധാവികൾക്കാണ് ഇതിന്റെ കുറ്റം. അവരെന്തോ ചെയ്തതെറ്റ്. ഇത് അറസ്റ്റ് ചെയ്യാം. ഇപ്പൊ വേടന്റെ അവിടെ കഞ്ചാവുണ്ടെന്ന് പറഞ്ഞത് ഈ പറഞ്ഞോണം സവർണരല്ല. വേടൻ കഞ്ചാവ് ഉപയോഗിക്കുന്നെന്ന് പറഞ്ഞത് സവർണനല്ല. പിന്നെ ഈ പിടിച്ചതും സവർണനല്ല. ഇനി പോലീസ് കൊണ്ടുവന്ന് അയാളെ ഭയങ്കരമായിട്ട് ഇത് ചെയ്തു ബലപ്പെടുത്തി കൊണ്ടുപോയതും സവർണരല്ല. ഇതെല്ലാം ഇപ്പോഴത്തെ നിലവിലുള്ള ഇതേ വേടൻ ഏത് സർക്കാരിനെയാണോ പിന്തുണയ്ക്കുന്നത്, വേടൻ കൂടുതലും ഈ ജാതി വിവേചനത്തിനും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് മുറുകെ പിടിച്ച് പല വരികളും ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ ഇതേ സർക്കാർ വേടനെ മിക്ക പരിപാടികളിലും സർക്കാരിന്റെ പരിപാടികളിലും ക്ഷണിക്കുന്നത് വേടനെയാണ്. അപ്പൊ ഇതേ സർക്കാർ അതെ സർക്കാർ തന്നെ ഇപ്പൊ ഒഴിവാക്കുകയും ചെയ്തു. കാരണം സർക്കാരിന്റെ ഒരു പരിപാടി ഇതിന്റെ ഭാഗമായി റദ്ദാക്കിയിട്ടുണ്ട്. അതെ അതെ, ഇതേ സർക്കാരിന്റെ പോലീസ് തന്നെയാണ് പിടിച്ചു വലിച്ച് ആ പാവത്തിനെ എടുത്തോണ്ട് പോയിരിക്കുന്നത്. ഇനി അതേ മന്ത്രി, അതേ വനം വകുപ്പിന്റെ മന്ത്രിയാണ് ഇപ്പൊ വെള്ളം നന്നായിട്ട് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതെല്ലാം ചെയ്യുന്നത് അവര് തന്നെയാണ്. പക്ഷേ ഇതിന്റെ ഫലമെല്ലാം അനുഭവിക്കേണ്ടുന്ന ആരാ? സവർണ. ഏതൊക്കെയോ എവിടെയൊക്കെയോ കിടക്കുന്ന സവർണരും പിന്നെന്താണ് സംഘപരിവാറും BJP-ആണ്. ഇത് എന്താണെന്നുള്ളത് എനിക്കും പിടികിട്ടുന്നില്ല. ഏതായാലും വേടൻ ചെയ്തത് തെറ്റ് തന്നെയാണ്. ഷൈൻ ടോം ചാക്കോ ചെയ്തതും തെറ്റാണ്. ശ്രീനാഥ് ഭാസിയും ചെയ്തത് തെറ്റാണ്. പിന്നെ ഈ ചലച്ചിത്ര മേഖലയിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരൊക്കെ എല്ലാം തെറ്റ് തന്നെയാണ്. അപ്പൊ അതിനെ ആരും വെള്ളം പൂശാനൊന്നും ശ്രമിക്കേണ്ട. അത് കോടതിയിൽ അതിന്റെ കേസുകൾ അവർ വേടൻ വാദിക്കട്ടെ, അതിന്റെ ശിക്ഷ എന്താണെന്ന് അനുഭവിക്കട്ടെ. തെറ്റ് ചെയ്തിട്ടാണെന്നുള്ള ശിക്ഷ അനുഭവിക്കുന്നത്. ഇപ്പൊ അത് പ്ലാസ്റ്റിക് പുലിപ്പല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് മാന്യമായിട്ട് പറയാതെ കുഴപ്പമില്ല, അത് ഈ കേസുകളൊന്നും വരത്തില്ല. പിന്നെ അദ്ദേഹത്തിന് ലീഗലായിട്ടാണ് ആ പല്ല് കിട്ടിയിട്ടുള്ളെങ്കിൽ അതിന് തെളിവുകളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന ആരാണോ കൊടുത്തത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും പറ്റിച്ചതാണെന്നുണ്ടെങ്കിൽ അത് പറയാമല്ലോ. പറഞ്ഞു കഴിഞ്ഞാൽ ആ കേസുകളൊന്നും വരത്തില്ല. അത് പേടിക്കേണ്ട കാര്യം. തെറ്റ് ചെയ്തവൻ എന്തായാലും വെള്ളം കുടിക്കും, വെള്ളം കുടിച്ചേ അടങ്ങത്തുള്ളൂ. അല്ലാതെ ഇതിന് വലിയ ഇത് ഇനിയിപ്പം സുരേഷ് ഗോപി മറ്റേ പുലിപ്പല്ല തൂക്കിയിട്ടേക്കുന്നത് അത് ഈ പറഞ്ഞതുപോലെ ലൈസൻസ് ഇല്ലാതാണെന്നുണ്ടെങ്കിൽ അതും അനുഭവിക്കും. അങ്ങനെയാണെങ്കിൽ കളക്ടറേറ്റ് 2 ആനക്കൊമ്പ് വെച്ചിട്ടുണ്ട്. ഏത് കളക്ടറേറ്റിലായിരുന്നു? വയനാട് കളക്ടറേറ്റില്ല. അപ്പൊ ആ ആനക്കൊമ്പ് അന്നത്തെ കാലത്തെ കളക്ടർ പറഞ്ഞതനുസരിച്ചാണ് ആനക്കൊമ്പ് അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുക. അപ്പൊ എല്ലാത്തിനും കേസ് എടുക്കണമല്ലോ. ഇതൊക്കെ എന്തിന്റെ പേരിലാണോ? ഒരിക്കലും മൃഗങ്ങളെ കൊന്നും ഇങ്ങനെ എടുക്കരുത്. അത് ഒരു കേന്ദ്ര അതും നമ്മുടെ വനമന്ത്രി പറഞ്ഞു, അത് കേരളത്തിൽ ആ നിയമം മാറ്റണമെന്നൊക്കെ ഞങ്ങൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ കേന്ദ്രം ഇതുവരെ മാറ്റിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇനി വേണമെങ്കിൽ മൃഗങ്ങളെയൊക്കെ പിടിച്ച് പുലിപ്പല്ല, പുലിനഖോ, ഈ പറഞ്ഞതുപോലെ അതിൻ്റെ തോലോ ആനക്കൊമ്പോ ഒക്കെ വെട്ടുന്നതിനൊന്നും ഞങ്ങൾക്ക് കുഴപ്പമില്ല. ഞങ്ങൾക്ക് ഇളവ് വേണമെന്ന് ഞങ്ങൾ കേന്ദ്രത്തിൽ ഇപ്പം അങ്ങോട്ട് ഇപ്പം കേന്ദ്രം അനുവദിച്ച് കൊടുക്കും. വനസമ്പത്ത് എന്ന് പറയുന്നത് നമ്മളൊന്ന് സൂക്ഷിക്കേണ്ടുന്ന കാര്യം. ഇപ്പോൾ വനമന്ത്രി എന്തുദ്ദേശിച്ചാണ് പറഞ്ഞ എന്തുദ്ദേശ നീക്കങ്ങൾ എന്നുള്ള അറിയത്തില്ല. കാരണം പല
ഈ പറഞ്ഞ വമ്പന്മാരുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ ആനക്കൊപ്പം ഇതൊക്കെ കാണും. അതിന് മുന്നേ കുട്ടി എറിയുന്നതായിരിക്കും എന്തെങ്കിലുമൊക്കെ. അപ്പോൾ എന്ത് തന്നെയായാലും ഇതിന് ഇളവുകൾ ഇനി അത് കേന്ദ്രമാണ് ഇനിയിപ്പോൾ ഇവരുടെ കസ്റ്റഡിയിലല്ല. ഇപ്പം വനം ഉദ്യോഗസ്ഥർ തന്നെ ഇപ്പം അന്താളിച്ചിരിക്കുന്നത് എന്തോന്നും ഞങ്ങളുടെ മന്ത്രി പറയുന്നു, ഒരു ഭാഗത്ത് പിടിക്കാൻ പറയുന്നു, ഒരു ഭാഗത്ത് വെള്ളം പൂശുന്നു. അവർക്ക് തന്നെ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ? ഉദ്യോഗസ്ഥർ അവർ പറയുന്നത് പോലല്ലേ കേൾക്കാൻ പറ്റൂ. അപ്പം എന്ത് തന്നെയാലും വേടൻ ഇങ്ങനെ വെള്ളം പൂശിക്കൊണ്ട് ഇതിനിടയ്ക്ക് എനിക്ക് ഭയങ്കര രസം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ വേടൻ എന്ന് പറഞ്ഞ് ഞാൻ വെള്ളം കുടിക്കുന്നു, ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്, ഞാൻ എൻ്റെ മദ്യം കിട്ടുന്നത് സർക്കാർ കൊടുക്കുന്നത് തന്നെയാണ് ഞാൻ വാങ്ങിക്കുന്നത്. അല്ല, സർക്കാർ ജനങ്ങൾക്ക് കൊടുക്കുന്ന മദ്യമാണ്, ഞാൻ വേറെ ബ്രാൻഡൊന്നും അല്ല വാങ്ങിക്കുന്നത്. സ്വന്തമായി ഞാൻ മാറ്റൊന്നുമില്ല. സർക്കാർ തരുന്ന നിയമപരമായിട്ടുള്ള മദ്യം ഞാൻ വാങ്ങിച്ചു കുടിക്കുന്നു. സർക്കാർ തരുന്നത്. അപ്പൊ അവിടെ തന്നെ ഒരു ചോദ്യം വേടൻ ഉന്നയിക്കുന്നുണ്ട്. ഈ സർക്കാർ തന്നെയല്ലേ ഈ മദ്യത്തിന് ഇപ്പൊ IT പാർക്കുകളിൽ വരെ മദ്യപിക്കാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാ സർക്കാരിന്റെ? അവർക്ക് ഇത് ദുട്ട് മതി. ജനങ്ങൾ നശിക്കുക, ജനങ്ങൾ വെള്ളം അടിച്ച് ഇത് ചെയ്യുക, ലഹരി ഒരു ഭാഗത്ത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു ഭാഗത്ത് ലഹരിക്കെതിരായിട്ട് നിൽക്കുന്നു. ഇതെല്ലാം സർക്കാരാണ് ചെയ്യുന്നത്. ഒരു ഭാഗത്ത് വേടനെ പിടിച്ചകത്താക്കുന്നു, ഒരു ഭാഗത്ത് വെള്ളം പൂശുന്നു. ഇതെല്ലാം ഈ സർക്കാരിനും സർക്കാരിൻ്റെ പോലീസുകാരുമാണ് ചെയ്യുന്നത്. അതിന് സവർണരെയോ മറ്റുള്ള ജനങ്ങളെയോ മറ്റുള്ള രാഷ്ട്രീയക്കാരെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല. സവർണൻ അവർണൻ എന്നുള്ളൊരു രീതിയില്ല. ആര് തെറ്റ് ചെയ്താലും ഷൈൻ ടോം ചാക്കോ ക്രിസ്ത്യാനി ആയതുകൊണ്ട് അയാൾക്കെതിരെ തിരിയണം, ശ്രീനാഥ് ഭാസി ഒരു ഹിന്ദു ആയതുകൊണ്ട് അല്ലെങ്കിൽ സവർണനായ ഒരു ഇതായതുകൊണ്ട് അയാൾക്കെതിരെ, അങ്ങനെയൊന്നുമില്ല. വേടൻ ഒരു കീഴ്ജാതി ആയതുകൊണ്ട് അല്ലെങ്കിൽ താഴ്ന്ന ഇതായതുകൊണ്ട് ഇങ്ങനെ ചെയ്യണം, അങ്ങനെയൊന്നുമില്ല. സവർണനെന്നോ അവർണനെന്നൊന്നുമില്ല. തെറ്റാര് കണ്ടോ അതിന് തക്ക ശിക്ഷ വേണം. അത് സമൂഹത്തിന്, പ്രത്യേകിച്ച് കലാകാരന്മാർ, അത് വേടൻ പറയുന്നത്, കലാകാരന്മാരെന്ന് പറയുന്ന സമൂഹത്തിന് ഒരു പ്രതിബദ്ധതയുണ്ട്. അത് വേടൻ തന്നെ പറയുന്നു. ആ പ്രതിബദ്ധതയിൽ നിൽക്കുന്നതായിരിക്കണം ഓരോ കലാകാരന്മാരെയും. കാരണം അവരെ ഉയർത്തുന്നത് ഈ ജനങ്ങളാണ്, ഈ കാണുന്ന പ്രേക്ഷകരാണ്. അപ്പം തിരിച്ച് സമൂഹത്തോടും അവർക്കൊരു പ്രതിബദ്ധതയുണ്ട്. അതിൽ തന്നെ ആ നിലനിൽപ്പിൽ തന്നെ വേണം ഓരോ കലാകാരന്മാരും പ്രവർത്തിക്കാനും അവരുടെ ജീവിതം മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.